ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം വീഡിയോ കാണാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ പേപ്പർ ഇട്ടൊരു സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടി കൊടുത്ത് ലാസ്റ്റ് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനത്തെ കുറച്ച് എണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അത് റൗണ്ടിലാക്കിയിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ സ്റ്റിക്ക്. എന്നിട്ട് ഇതുപോലെ ആ പാത്രത്തിന് ചുറ്റും ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക. ഒരു 2-3 ലെയർ ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്ക് വെച്ചിട്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഗ്ലൂ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പിന്നെ ബലമില്ലാതെ അതിങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പം അത് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഗ്ലൂ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3 ലെയറോളം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ഉണങ്ങിക്കഴിഞ്ഞാലേ അത് ആ റൗണ്ട് ഷേപ്പിൽ അതുപോലെ നിൽക്കുള്ളൂ ബലത്തിൽ. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുള്ള 3 കളർ എടുക്കുക. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെറിയ ടാസൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഇതുപോലെ ഒരു 20 ചുറ്റൊക്കെ നമ്മൾ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പോർഷന് കെട്ടിക്കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ടാസൽസ് റെഡിയായി. ഇതുപോലെ നമ്മൾ എല്ലാ കളറിലും 5 വീതം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. താഴെ പോർഷന് നീറ്റില്ലെങ്കിൽ ഒന്ന് ഒപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ബ്ലൂ കളറും വൈറ്റ് കളറും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 3 കളറും 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ വെയിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള റിങ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമേ ഈ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഉറപ്പുള്ള ഗ്ലൂ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ചുറ്റിയെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന 5 നൂല് ഇതുമേ കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. സെൻറ്ററിലുള്ള നൂല് നല്ലോണം ലെങ്ത്തിലും ചുറ്റിലുള്ള 2 നൂലുകൾ അതിനെക്കാട്ടി കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുമായിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഒക്കെ ഇതുപോലെ ബാക്കിലോട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് അതൊന്നും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക.
അങ്ങനെ ഇത് നമ്മൾ 5 നൂലാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ ടാസിൽസ് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ 3 വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഓരോ കളറും വെച്ച് കൊടുക്കുമ്പോൾ ഓരോ കളറും വി ഷേപ്പിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. സെൻറ്ററിലുള്ളത് കുറച്ച് താഴെയും അതിൻ്റെ സൈഡിലുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടും പിന്നെ അതിനെക്കാട്ടിയും തൊട്ട് മുകളിലായിട്ടും അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാം ഒട്ടിച്ചെടുക്കുകയാണ്. അത് ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഹാങ് ചെയ്തിട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കാവും ബെറ്റർ. കാരണം ഹാങ് ചെയ്തിട്ടില്ല നൂലുകൾ ചിലപ്പം പിരിഞ്ഞിട്ടായിരിക്കും നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഹാങ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ലുക്കാണിത്. നമ്മൾ ഡ്രീം ക്യാച്ചറൊക്കെ ഹാങ് ചെയ്തിടുന്ന പോലെ ഹാങ് ചെയ്തിടാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.